ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ ബീഫ് കറിയുടേതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോയിലധികം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതേ പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു മസാലപ്പൊടി, നാടൻ മസാലപ്പൊടി തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 10ഓളം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 4 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതേ കണ്ടീഷനിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം നമ്മൾക്ക്. അപ്പോൾ നമ്മളിതാ ഈ കണ്ടീഷനിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കഴുകി വെച്ച ബീഫ് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 മുറി സവാള ചെറുതായി അരിഞ്ഞതും ഒരു 8 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മളത് വഴറ്റുന്നൊന്നുമില്ല. പിന്നെ ഒരു 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയത്, കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ 2.5 സ്പൂണ് പൊടി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഇതുപോലെ തിരുമ്പി കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്യാൻ കഴിയും. ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് കുക്കറിൽ നമുക്ക് ഒരു 6 വിസിലോളം വരണം. അത്യാവശ്യം മൂപ്പുള്ളതാണ്. അപ്പോൾ തന്നെ അതൊക്കെ ശരിക്കും ഒന്ന് വെന്തോളും. കുക്കർ നിറച്ചും ബീഫ് ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു 5 വിസിലായാലും മതിയാവും. അപ്പോൾ ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിൽ ഞാനിപ്പോൾ അതിൽ എടുത്തിട്ട് ഉണ്ട്. 6 വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ബീഫൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനി ഞാൻ ഈ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്കൊരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ബീഫൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പോരാത്തതിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയത് ഒരു ഭംഗിക്ക് വേണ്ടി അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നാടൻ ബീഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നമ്മളിനിയിപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അതായത് ലോ ഫ്ലെയിമിലിടുക. കാരണം നേരത്തെ വെന്താണ്, ഒന്നുകൂടി സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കൃത്യമായിട്ട് നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മസാലപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനത് വേറെ പാത്രത്തിലേക്കൊന്ന് പകർത്തി കാണിച്ചു തരാം. അതൊന്ന് അല്പം ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ, നല്ല അടിപൊളി സെറ്റായിട്ട് നല്ല കളറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.